എല്ലാ പ്രതികളെയും ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നു. 7 പ്രതികളെയും മലേഗാവ് സ്ഫോടന കേസിലെ 7 പ്രതികളെയും ഇപ്പോൾ കോടതി, മുംബൈയിലെ സ്പെഷ്യൽ NIA കോടതി വെറുതെ വിടുകയാണ്. സാഫ്രോൺ ടെറർ എന്നൊരു വാക്ക് പോലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ചയായി മാറിയ ഒരു കേസാണ്. എങ്ങനെയാണ് ആ ഒരു വാക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ചയായത് എന്ന് നമ്മൾ കണ്ടതാണ്. മലേഗാവ് സ്ഫോടനത്തിന് ശേഷമാണ്. ഈ പ്രാഗ്യ സിംഗ് ഠാക്കൂർ പോലും ഈ സ്ഫോടന കേസിൽ പ്രതിയായതിനു ശേഷം 2019 ഭോപ്പാലിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ലോക്സഭയിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഈ പ്രധാനമന്ത്രിയുടെ ഘാതകരെ ദേശഭക്തർ എന്ന് വിശേഷിപ്പിക്കുകയും വിവാദത്തിലൊക്കെ ആയത് നമ്മൾ കണ്ടതാണ്. ആ തരത്തിൽ പിന്നീട് രാഷ്ട്രീയത്തിൽ പോലും പയറ്റി തെളിയാനുള്ള ശ്രമം ഈ പ്രതികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ്. അതിൽ രമേശ് ഉപാധ്യായ 2012 ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് നമ്മൾ കണ്ടതാണ്. അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥിയെ UPയിലെ ബല്ലിയയിൽ നിന്ന് അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെട്ടു. എന്നാൽ പോലും നീണ്ട കാലത്തെ ഒരു നിയമ നടപടി ഇതിൽ ഉണ്ട്. 17 വർഷക്കാലം നീണ്ടുനിന്ന നിയമ നടപടി. അതിൽ ഹേമന്ത് കർക്കറെ എന്ന ഉദ്യോഗസ്ഥൻ ആയിരുന്നു ആദ്യം ഈ കേസ് അന്വേഷിച്ചത്. മഹാരാഷ്ട്ര ATSന്റെ മേധാവിയായിരിക്കെ അദ്ദേഹമായിരുന്നു ഈ കേസ് തുടക്കത്തിൽ അന്വേഷിച്ചത്. ഒരു മാസത്തിനുള്ളിൽ തന്നെ ആദ്യ അറസ്റ്റ് ഇതിൽ ഉണ്ടാകുന്നു. അത് പ്രഗ്യാ സിംഗ് ഠാക്കൂർ ആയിരുന്നു. അതിലുള്ള കാരണം ഈ ബൈക്ക് പൊട്ടിത്തെറിച്ച LML ബൈക്കിന്റെ ഉടമ അത് പ്രഗ്യാ സിംഗ് ഠാക്കൂർ ആണ് എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഈ കേസിലെ ഒന്നാം പ്രതിയെ പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ അറസ്റ്റ് ചെയ്യുന്നു. അന്ന് ഭോപ്പാലായിരുന്നു പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ. അവരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ഓരോരുത്തരെയും കേണൽ പുരോഹിത് അടക്കമുള്ള പ്രമുഖർക്കെതിരെ ഈ കേസ് അന്വേഷണം നീണ്ടു. പക്ഷേ പിന്നീട് അടുത്ത മാസം നവംബർ മാസത്തിൽ പിന്നീട് മുംബൈ ഭീകരാക്രമണം സംഭവിച്ചപ്പോൾ അതിൽ ഹേമന്ത് കർക്കറെ കൊല്ലപ്പെട്ടു. പക്ഷേ ഈ പ്രതികൾക്ക് മേലുള്ള നിയമ നടപടികൾ പിന്നെ അവിടെ നിന്നില്ല. വീണ്ടും ATS ഈ അന്വേഷണം അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നീടാണ് 2011 NIA ഈ കേസ് ഏറ്റെടുക്കുന്നത്. അതിനുശേഷമുള്ള അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിൽ ഈ പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ കുറ്റവിമുക്തയാക്കാൻ, ഈ ആരോപണങ്ങളിൽ നിന്ന് മുക്തിയാക്കാനുള്ള ശ്രമം NIAയുടെ ഭാഗത്ത് നിന്നുണ്ടായതാണ്. ബൈക്കിന്റെ ഉടമ അവരാണെന്ന് പറയുമ്പോൾ പോലും ഈ ബൈക്ക് കുറച്ചു കാലങ്ങളായി അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല എന്ന വാദം ചൂണ്ടിക്കാട്ടി ഇത് തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നതായിരുന്നു NIAയുടെ ഒരു നിലപാട്. പക്ഷെ അന്ന് കോടതി അത് അനുവദിച്ചില്ല. അങ്ങനെയാണ് ഈ കേസിൽ അവർ പിന്നീട് പ്രതിയെ തന്നെ തുടർന്നത്. പിന്നീട് 2017 അവർക്ക് ജാമ്യം കിട്ടി എന്നതാണ് നമ്മൾ കണ്ടതാണ്. പിന്നീട് തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്നതും നമ്മൾ കണ്ടു. പക്ഷേ അന്ന് NIA മുന്നോട്ട് വെച്ച ഒരു ആശങ്ക തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ കോടതിയിലും സംഭവിക്കുന്നത്. പക്ഷേ അതിലും ഗുരുതരമായ ഒരു സാഹചര്യം അതിൽ വന്നു പെട്ടു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം ഈ ബൈക്കിലാണ് ബോംബ് വെച്ചത്, ഈ ബൈക്കാണ് കേന്ദ്ര ബിന്ദുവായി അവിടെ സ്ഫോടനം നടന്ന സമയത്ത് ഉണ്ടായിരുന്നത് എന്ന കാര്യം പോലും തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് കോടതി ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഈ കേസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ പോലും അപ്പാടെ വീഴ്ച പറ്റി ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് കോടതി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണ് എല്ലാ പ്രതികളെയും, ഈ കേസിലെ എല്ലാ പ്രതികളെയും വെറുതെ വിടുന്നത്.